ഹായ്, വയനാട് ചേകാടി ഗ്രാമത്തിലെ ഒരു മനോഹരമായ ഹോം സ്റ്റേയും അതുപോലെ പരിസര പ്രദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. വയനാട് ചേകാടി ഗ്രാമത്തിലെ ഈ മനോഹരമായ ഹോം സ്റ്റേ 3 ബെഡ്റൂമിൻ്റെ ഒരു പ്രൈവറ്റ് ഹോം സ്റ്റേ ആണ് കേട്ടോ. നമുക്ക് കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ. കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ചേകാടി. അതുപോലെ കബനിയുടെ തീരത്തായി മനോഹരമായ ഒരു ഏരിയയിലാണ് ഈ ഹോം സ്റ്റേ വരുന്നത് കേട്ടോ. നല്ല വയനാടൻ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ. ഈ ഹോം സ്റ്റേയിൽ ആകെ 3 റൂമാണുള്ളത്. നമുക്ക് താഴ്വശത്തായിട്ട് 2 റൂമും അതിലൊരു റൂമിൽ ലിവിങ് ഏരിയയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. നല്ല ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അടിപൊളി റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. സുഖമായിട്ട് നമുക്ക് 15 പേരൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ മേൽവശത്തായിട്ട് ഒരു റൂം, അങ്ങനെ 3 ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിക്കുള്ളത്. ചേകാടി ഗ്രാമത്തിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അതുപോലെ കബനി തീരത്താണ് ഈ ഹോം സ്റ്റേയുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. നല്ല ഒരു അടിപൊളി ഏരിയ ആണ്. നമ്മൾ ഏതൊരു നാട്ടിൽ പോയാലും അവിടുത്തെ ഗ്രാമങ്ങളിലെ ഇതുപോലെയുള്ള ഹിഡനായിട്ടുള്ള സ്റ്റേക്കേഷനുകളൊക്കെ എടുത്തിട്ട് സ്റ്റേ ചെയ്യാൻ നോക്കുക. നമുക്ക് ആ നാടിനെ അറിയാനും അതുപോലെ ആ നാടിൻ്റെ ഭംഗി ആസ്വദിക്കാനും പറ്റിയ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇവരുടെ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു വിൻറ്റേജ് ടൈപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്പേസ്. ഒരുപാട് വയനാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് സ്പേസ്. നല്ല ഫുഡാണ് കേട്ടോ. അതായത് കപ്പ ബിരിയാണി, പിടിയും കോഴിയും, പൊറോട്ട, അങ്ങനെ നാടനായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. എല്ലാത്തിനും നല്ല കിടിലൻ ടേസ്റ്റുമാണ്. ഞങ്ങൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കേട്ടോ ഇതിനെക്കുറിച്ച് ഇത്രയും വർണ്ണിച്ച് പറയുന്നത്. ദൂരദേശത്ത് നിന്ന് വരെ ഈ കട അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചേകാടി ഒരു മനോഹരമായ ഒരു പ്രദേശമാണ്. ഒരുപാട് ഇതുപോലെയുള്ള കൃഷിയിടങ്ങളും വനപ്രദേശവും അതുപോലെ കബനി നദിയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അടിപൊളി എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഗ്രാമമാണ് ചേകാടി ഗ്രാമം. പിന്നെ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ നമ്മളെ സുഖുവേട്ടൻ്റെ ചായക്കട. ഇത് ഇൻസ്റ്റാ റീലിലൊക്കെ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പഴയ ഒരു ചായക്കടയാണ്. നമ്മൾ സുഖുവേട്ടനും വൈഫുമാണ് ഈ ചായക്കട നടത്തുന്നത്. പഴംപൊരി അതുപോലെ നല്ല വിറകടുപ്പിലുള്ള ചായ ഇതൊക്കെ ഇവിടെ കിട്ടും. കുറുവാദ്വീപ് ചേകാടിക്കൊക്കെ പോകുന്ന റൂട്ടിൽ കാടിന് അടിപൊളിയായിട്ടുള്ള ഒരു കഫേയിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി ഫുഡ് കേട്ടോ. നല്ല ആംബിയൻസുമാണ് ആ കഫേ. ഇവിടെ നല്ല പഴംപൊരിയും ബീഫും അതുപോലെ കുറച്ച് ഇവിടെ നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ പോയ ഹോം സ്റ്റേക്ക് അടുത്ത് തന്നെയാണ് ഈ കഫേയും അതുപോലെ സുഖുവേട്ടൻ്റെ ചായക്കടയും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നെട്ടറയിലേക്കാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് നെട്ടറയും വരുന്നത്, കാളിന്തി റിവർ. ഒരുപാട് കർഷകരൊക്കെയുള്ള വയനാടിൻ്റെ അതിമനോഹരമായൊരു ഗ്രാമമാണ് നെട്ടറ ഗ്രാമം. നെട്ടറ ഗ്രാമത്തിന് അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രവും വരുന്നത് കേട്ടോ. അതുപോലെ വയനാടൻ ഗ്രാമത്തിൻ്റെ ഒരു ദൃശ്യ ഭംഗി നമുക്ക് ഈ നെട്ടറ ഗ്രാമത്തിൽ കിട്ടും.
ഈ നെട്ടറ ഗ്രാമത്തിലൂടെയാണ് മനോഹരമായി കാളിന്തി ഒഴുകുന്നത്. കാളിന്തി കേട്ടോ, ഇതതുപോലെ കാളിന്തിയുടെ ഒരു ഏരിയയാണ്. നെട്ടറ ബ്രിഡ്ജ്, കാളിന്തി, ഇതൊക്കെ തിരുനെല്ലിയിലെ മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. വയനാട് നിങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുക, അടിപൊളിയായിരിക്കും. നമുക്ക് ആ നാടിനെ അറിയാനും അതുപോലെ അവിടുത്തെ ഗ്രാമഭംഗി ആസ്വദിക്കാനും അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട ഈ ഹോം സ്റ്റേയിൽ നിന്ന് നെട്ടറയിലേക്കൊക്കെ വളരെ അടുത്താണ് കേട്ടോ. അതുപോലെ ഇതിൽ കാണിക്കുന്ന ഓരോ പ്രദേശവും ആ ഹോം സ്റ്റേയുടെ പരിസര പ്രദേശങ്ങളാണ്. ഏകദേശം 5-6 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ വരുന്നത്. കാളിന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എത്ര കുത്തിയൊലിക്കുന്ന മഴയായാലും കലങ്ങില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അന്ന് തന്നെ ഉച്ചയ്ക്ക് കർണാടകയിലേക്കാണ് കേട്ടോ. നമ്മളൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഷമീറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. ഹലോ ഗായ്സ്. പോകുന്ന വഴിക്ക് നമ്മളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. ഇതാണ് ബാവലി, അതായത് മാനന്തവാടി മൈസൂർ റോഡിൽ വയനാടിൻ്റെ ഏറ്റവും അവസാനത്തെ ടൗൺ, കൊച്ചു ടൗൺ എന്ന് തന്നെ പറയാം. അതിർത്തി ഗ്രാമമാണ് ബാവലി. എനിക്കൊരു മുട്ട. ബാവലി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 50 കിലോമീറ്ററോളം കാടാണ്. ചുറ്റും നിബിഡ വനങ്ങൾ, ഒരുപാട് നല്ല വലിയ വലിയ മരങ്ങളും, പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള കർണാടക ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തുകാർ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പൂക്കളായാലും ചോളവും അതുപോലെ ഒരുപാട് പച്ചക്കറികളും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നമ്മളെ ഈ ബാവലി നോക്കുന്ന കർണാടകയിലേക്ക് പോകുന്ന വഴികളൊക്കെ കേട്ടോ. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്, അതിർത്തി ഗ്രാമങ്ങൾ. അതുപോലെ ഇത് ബീച്ചനഹള്ളി ഡാമിൻ്റെ ഒരു ഏരിയയാണ്. നമുക്ക് അവിടെ വർക്ക് നടക്കുന്നുണ്ട്, അതിനകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ ഗ്രാമങ്ങളിലെ ഇതുപോലെയുള്ള കൊച്ചു കുട്ടികൾ ഓരോ ഐറ്റംസ് വിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ നടന്നു പോകുന്നതാണ് ശബ്ദം കൊണ്ട് മായാലോകം തീർക്കുന്നതാണ് മല്ലു എക്സ്പ്ലെയിൻ. പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മൾ വേറെ ഒരു അതിർത്തി ഗ്രാമം ബൈരക്കുപ്പ. ഇത് നമ്മൾ മിന്നൽ മുരളി ഫിലിമിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ. കബനി നദിയുടെ തീരമാണ്. കബനി നദിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുന്ന് പുൽപ്പള്ളിയിലേക്ക് തോണിക്കടത്തുണ്ട്. അതുപോലെ നമുക്ക് പ്രൈവറ്റായിട്ട് ഇവർ ഒരു റൗണ്ടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് തോണിയിൽ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. നമ്മളെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴികളാണ് ഇത് കാട്ടുവഴിയിലൂടെ വേണം നമുക്ക് ഈ നമ്മളെ ഹോം സ്റ്റേയിൽ എത്തിച്ചേരാൻ. ഈ വഴികൾ ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. നല്ല അടിപൊളി ഏരിയയാണ്, നമുക്ക് ആനിമൽസിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഇതുപോലെയുള്ള ഹിഡനായിട്ടുള്ള സ്റ്റേക്കേഷനൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ യാത്രയുമായി കൊണ്ട് കാണാം. ബൈ.